വെച്ചോട്ടോ. അവന് പിന്നെ പിന്നെ സ്റ്റാറുകൾ കിട്ടുവാണല്ലോ. എനിക്ക് ഒന്നും കിട്ടിയില്ല. ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നിട്ട് ഞാൻ ഒന്നിന്റെ പകരം ഒരുപാട് സ്റ്റാറുകൾ ഒറ്റയടയ്ക്ക് വാങ്ങും. എന്നിട്ട് ആ നമ്പർ 1 കുട്ടിന്റെ അവാർഡ് ഞാൻ തന്നെ വാങ്ങിക്കും. എടാ ബിട്ടു, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന ഫസ്റ്റ് പ്രൈസ് അനന്തരവൻ കൊണ്ടുപോകും. നിനക്ക് കിട്ടത്തില്ല. എന്തേലും ചെയ്യ്. ഈ അനന്തരവൻ എനിക്ക് എപ്പോഴും എന്തെങ്കിലും പണി ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ചെറുക്കനെ ഞാൻ സഹായിച്ചേ പറ്റൂ. ആ അനന്തരവൻ ജയിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ചീച്ചേ, ഈ പയ്യൻ നിങ്ങളെ കണ്ടാ തന്നെ പേടിച്ചു. അപ്പൊ അവൻ സഹായം സ്വീകരിക്കോ? എന്റെ സഹായം മേടിക്കില്ലായിരിക്കും, പക്ഷെ മാന്യനായ ഒരു വ്യക്തിയുടെ സഹായം തീർച്ചയായും സ്വീകരിക്കുമല്ലോ. വാടാ, ലെറ്റ്സ് ഗോ. ഹലോ മോനെ, എന്തിനാ കരയുന്നത്? ആ ചെറുക്കന് ഒരുപാട് സ്റ്റാർസ് കിട്ടി. എനിക്കാണെങ്കിൽ ഒന്നുപോലും കിട്ടിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. കുട്ടികളുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ഞാനൊരു ഗുണ്ടയുടെ വേഷം കെട്ടി ഞാനൊരു ബാങ്ക് കൊള്ളയടിക്കുന്നതായിട്ട് ആക്ട് ചെയ്യും. ആ ബാങ്കിൽ കോടികൾ കാണും. അത് ഞാൻ മോഷ്ടിക്കും. അപ്പോൾ നീ ഒരു കയറെടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളുടെ വാനിന്റെ പുറകിൽ കൊളുത്തിയിടണം. അത് കഴിഞ്ഞാൽ കുട്ടി നമ്പർ 1 അവാർഡ് നിനക്കായിരിക്കും. അത് ഉറപ്പാണ്. താങ്ക് യു അങ്കിൾ. അങ്കിൾ എന്ത് നല്ല അങ്കിളാ. അങ്കിളെ പോലെ നല്ല അങ്കിളിനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. സത്യം. ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടവന്റെ പേരെഴുതിയിട്ടുണ്ടാവും. കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്ക. എടോ, ഡയലോഗ് ഒന്ന് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് ഇട്ട് കളഞ്ഞല്ലോ. അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. അവര് കോടികളും തട്ടിയെടുത്തുകൊണ്ട് മുങ്ങുന്നേ. ഞാനിവിടെ ഉള്ളപ്പോ ഒരു മോഷണവും നടക്കില്ല. ഞാൻ എത്തിപ്പോയി. അതേട്ടോ, അതെ, പോലീസ് മാഡം തന്നെയാണ്. എന്തുട്ട് മോഷണം നടന്നോ? ഹലോ ഹലോ, സുന്ദരക്കണാരന്മാര് അല്ല, കള്ളക്കണാരന്മാര്. കള്ളൻ ആ കണാരൻ, ആ സുന്ദരൻ. ഹലോ പോലീസ് മാഡം, ജോഗാവർ എവിടെയാ ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാ അഡ്രസ് പറയ്, വിട്ടുപോട്ടെ. എടാ ബഹദൂർ, വണ്ടി വിട്ടോ. എന്തുട്ടാണ്ടായത്? വണ്ടി എടുക്കാൻ പറഞ്ഞ എപ്പോഴിങ്ങനെ വായ പൊളിച്ച് കാണിക്കണേ. ആ പിന്നെ അമ്മവാ, കള്ളന്മാരെവിടെയാന്ന് മനസ്സിലായിട്ടോ. നമുക്ക് പോയി പിടിക്കാൻ അവരെ. വന്നോളൂ. എന്താണിത്? കറണ്ടിന് പോവാൻ കണ്ടൊരു സമയേ. സാരില്ല, ഇരുട്ടത്ത് വലവീശി പിടിക്കാന്നേ. കാണാരാ, ജോഗവരെ മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നോ, അല്ലെങ്കിൽ എന്റെ കഥയിന്ന് ഞാൻ തീർക്കും പറഞ്ഞേക്കാം. നിയമത്തിന്റെ കുരുക്കിന്ന് ഈ പോലീസ് മേഡത്തിന്റെ തൊഴിന്ന് ആർക്കും രക്ഷയില്ല. അയ്യോ അയ്യോ, പോലീസ് മാഡം, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? പോലീസ് മാഡം ഒന്ന് നിർത്ത്. ഇല്ല, നിൽക്കില്ല. കള്ളന്മാരുടെ സങ്കേതം അടിച്ചു പൊളിച്ച് താറുമാറാക്കാണ്ട് ഞാൻ അടങ്ങില്ല. എനിക്ക് തോന്നുന്നത് ഇത് മാഡത്തിന്റെ തന്നെ വീടാണെന്നാ. എന്തുട്ട് പൊട്ടിക്കണ ആരത്തിയാണ് ഞാൻ എന്റെ വീട് തല്ലി തകർത്തേ. ജോഗാവർ മനഃപൂർവ്വം മാഡത്തിന് അഡ്രസ് തന്നതാ. നാട്ടിലെ മുഴുവൻ ലൈറ്റും അവനായിരിക്കും ഓഫ് ചെയ്തത്. അപ്പം മാഡത്തിന് ഇരുട്ടത്ത് മനസ്സിലാവില്ലല്ലോ. എന്റെ പൊന്ന് പോലീസ് മാഡം, അവനെ വെറുതെ വിടരുത്. എന്റെ എല്ലാവും മോഷ്ടിച്ചോണ്ട് പോയി. ദീപാവലിക്ക് മിഠായിയൊക്കെ വിറ്റ് 4 കാശുണ്ടാക്കുന്ന വിചാരിച്ചിരിക്കായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ അവനെടുത്തോണ്ട് പോയില്ലേ. അവനെ വെറുതെ വിടരുത്, വെറുതെ വിടരുത് മാഡം. എന്റെ ചേട്ടാ പേടിക്കണ്ടിരിക്കേ, അവനെ ഞങ്ങള് പിടികൂടും. ഇപ്രാവശ്യം നമ്മള് ദീപാവലി എങ്ങനെ ആഘോഷിക്കുക?
കടയിന്ന് പടക്കവും മുട്ടായിയൊക്കെ മോഷണം പോയി എന്നല്ലേ അറിഞ്ഞത്. കടക്കാരൻ പേടി കാരണം കട പോലും തുറക്കാൻ തോന്നുന്നില്ല. ഈ ദീപാവലിക്ക് ഇനി നമ്മൾ എന്താ ചെയ്യാ? ഈ ദീപാവലി നമ്മൾ എന്തായാലും ആഘോഷിക്കും. ഇത് ഞാൻ തരുന്ന വാക്കാ. നാലും ഇങ്ങനെ നടത്തും നമ്മള്, അതും പറഞ്ഞാ. പോലീസ് മാഡം, ജോഗാവർ ഇന്നും മോഷണം നടത്തും. അതുകൊണ്ട് ഇനി ആരുടെ ഫോൺ വന്നാലും ജോഗാവറുടെ താവളം നമ്മൾ കണ്ടെത്തിന്ന് പറയണം. എന്നിട്ട് മാഡം റെയ്ഡ് ചെയ്യണം. അപ്പൊ ജോഗാവർ താവളത്തിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പൊ പേടിക്കാം. എടാ അനന്തരവാ, എനിക്ക് ഡോഗ് ട്രെയിനിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ഡോഗുകൾ ഇതുപോലെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നിക്കേ, ആദ്യം ഞാൻ ഇതിനെ ഈ റിങ്ങിൽ കൂടെ ചാടിപ്പിച്ച് കാണിക്കാം. ഓ കം ഓൺ ടൈഗർ, ജമ്പ്. എടാ ജമ്പടേ. ഈ എല്ലിവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇങ്ങോട്ട് ജമ്പ് ചെയ്. വാടാ. എടാ അനന്തരവാ, നീ ഇങ്ങോട്ട് വന്ന് ഈ റിംഗ് ഒന്ന് പിടിക്കേ. ഞാൻ അവനെ ഇപ്പൊ ചാടിപ്പിച്ച് കാണിച്ചു തരാം. ശരിക്കുള്ള മാസ്റ്റർ എന്ന് വെച്ചാൽ ആദ്യം സ്വയം ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് ശിഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. ദേ ശരിക്കും നോക്കി കണ്ടു പഠിച്ചോണേ. ഈ റിങ്ങിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. ആദ്യം അവന് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്താണെന്നോ? എല്ലിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാ. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഇവൻ ഇതൊക്കെ വേഗം ചെയ്തോളുന്നേ. എങ്കിൽ വരൂ, ആദ്യം ഇവനെ നമുക്ക് ക്രോൾ ചെയ്യാൻ പഠിപ്പിക്കാം. കമോൺ ടൈഗർ, ക്രോള്. എടാ ക്രോളടാ. നോക്ക്, ഈ എല്ല് വേണമെങ്കിൽ അടി കൂടി വരണം. ആ താഴെ കൂടെ വന്നാലേ കിട്ടൂ. വാ. നിക്ക്, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മാമ വേണ്ട, എന്തെങ്കിലും പരിക്ക് പറ്റും. മാമ, മാമനത് വിട്ടേക്ക്, ഞാൻ പഠിപ്പിച്ചോളാം. ആ, ആ. Very good, Tiger. Come on. കൊള്ളാം, അടിപൊളി. അത് കളിക്കട്ടാ. 6 ബോക്സസേ. ഇതാരമ്മാവനും അനന്തരവനോ? അല്ല ജോഗവരം. അവൻ ആ റേസിനകത്ത് കാണും. ഞങ്ങൾ ഇവിടുന്ന് അവന്റെ പുറകെ പോവാം. മാഡം ഷോർട്ട് കട്ട് എടുത്ത് എല്ലാവരും തടയേ. ഓക്കെ കൊച്ചിർക്ക. റോസി, നീ കണ്ടില്ലേ? അമ്മാവനും അനന്തരവനും ക്രൈമിന്റെ പവർ ക്രൈം മാസ്റ്റർ ജോഗാവറിനെ പിടിക്കാൻ വന്നിരിക്കുന്നു. അതെ അനന്തരവാ, ഒരു കാര്യം, ഇത്രയധികം ആളുകൾക്കിടയിൽ നമ്മൾ എങ്ങനെയാ ജോഗാവറിനെ തിരിച്ചറിയുന്നത്? എല്ലാവരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആരുടെയും മുഖം കാണാൻ പറ്റുന്നില്ല. ഐഡിയ. മാമ, മാമന്റെ ബൈക്കിലെ ലൗഡ് സ്പീക്കർ ഇല്ലേ, അത് ഓണാക്ക്. ദേ ക്രൈമിന്റെ പവർ, ക്രൈമിന്റെ പവർ, ക്രൈമിന്റെ പവർ. ക്രൈം മാസ്റ്റർ ജോഗാവർ. അയ്യോ, അതാണ് ജോഗാവർ. മാമ, അത് കൊള്ളാലോടാ അനന്തരവാ. ഇനി അവന് രക്ഷയില്ല. സോറി.
ടിഷ്ക എന്തുട്ടാണിത്? എല്ലാരും ആടെ നിക്ക നിക്ക നിക്ക. എന്തുട്ടാണിത്? കണാരന്മാര് കറക്കി വിട്ട് പോയില്ലോ. ചവിട്ടറ ചവിട്ട് ബേദുറേ, ബ്രേക്ക് ചവിട്ട്. ആ! അമ്മാവ, ഡ്രൈവിന്റെ പവർ കൈവശം ചുകാവെന്നെ തടയുന്നത് നിസ്സാരമല്ല, വളരെ പ്രയാസമാണ്.